വാഴപ്പിണ്ടി പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന വിധമാണ്. പിണ്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ടിയുള്ള ഭാഗമുണ്ട്, അത് അടർത്തി കളയണം. വട്ടത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നൂല് പോലെയുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. വട്ടത്തിൽ അരിയുമ്പോൾ എല്ലാനും അധികം കട്ടിയില്ലാതെ അരിയണം. അതും ഓരോന്ന് അരിഞ്ഞ് കഴിയുമ്പം നൂല് എല്ലാത്തിൻ്റെയും അപ്പാപ്പ് കളഞ്ഞെടുക്കണം. ഇത് ഞാലിപ്പൂവൻ്റെ പിണ്ടിയാണ്. ഏത് വാഴയുടെ പിണ്ടി വേണമെങ്കിലും എടുക്കാം കറി വെക്കാൻ. അതുപോലെ തന്നെ കായയും, ഞാലിപ്പൂവൻ്റെ കായ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഏത് ചെറുകായ കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത് ഞാലിപ്പൂവൻ്റെ കറി വെച്ച് കഴിഞ്ഞാലാണ്. എല്ലാനും ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. കുനുകുന ഇങ്ങനെ ചെറിയ പീസാക്കി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കറ പിടിക്കും. ഈ പിണ്ടിയുടെ കൂടെ തന്നെ 3-4 കായയും കൂടി എടുത്ത് അതും അരിഞ്ഞെടുക്കണം. അധികം വലിപ്പമില്ലാതെ തന്നെ അതും അരിഞ്ഞെടുക്കുക. എന്നിട്ട് എല്ലാനും നന്നായിട്ട് കഴുകി എടുക്കുക. ഇതിൽ ഞാൻ എടുത്തേക്കണത് ഞാലിപ്പൂവൻ്റെ തന്നെ കായയാണ് അരിഞ്ഞെടുത്തേക്കണത്. അതിനുശേഷം പരിപ്പ് കുറച്ച് ഒരു 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ എന്തോരം എടുക്കണം അതനുസരിച്ച് പരിപ്പ് കുറച്ചെടുത്ത് ഒരു കുറുകൽ കിട്ടാൻ വേണ്ടി പരിപ്പ് ഒന്ന് 2 മണിക്കൂർ കുതിർത്ത് വെക്കുക. എന്നിട്ട് പരിപ്പ് 3 വിസിൽ വരെ വേവിച്ചെടുക്കുക. പരിപ്പ് വെന്ത ശേഷം പിണ്ടിയും കായയും കൂടി മഞ്ഞളും ഉപ്പും ഇട്ട് ഒറ്റ വിസിലിൽ വേവിക്കുക. ഇനി ഇതിൽ തേങ്ങ അരച്ചിടാൻ വേണ്ടി തേങ്ങ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ജീരകം, പച്ചമുളക് ഇവയെല്ലാനും കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. ഇനി താളിച്ചെടുക്കാം. കടുക്, ഉലുവയിട്ട് പൊട്ടിയ ശേഷം ഉള്ളിയും ഉണക്കമുളക് മുരിഞ്ഞ ശേഷം തേങ്ങ അരച്ചതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെന്ത പിണ്ടിയും പരിപ്പും കൂടി ഉള്ളത് മിക്സ് അതിലേക്ക് ഇട്ട ശേഷം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് കുറുകൽ ആകണ വിധത്തിൽ കുറുക്കിയെടുക്കുക. നല്ല ടേസ്റ്റും ഗുണവുമുള്ള നല്ല പിണ്ടിക്കറി റെഡി. പിണ്ടി തേങ്ങ അരക്കാതെയും പരിപ്പ് ഇടാതെ വെറുതെ ഉലർത്തിയെടുക്കാൻ പറ്റും. അതും ഗുണമാണ്. ഈ ഷുഗറുകാർക്കൊക്കെ അതും നല്ലതായിരിക്കും. പക്ഷേ തേങ്ങ അരച്ച് വെച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്.